കുറച്ച് ദിവസം മുന്നേ ഞാനും എൻ്റെ ചങ്ങായിമാരെല്ലാവരും കൂടി കക്കാടംപൊയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു മൂടി കട്ടിക്കണ കാലാവസ്ഥ ആയതുകൊണ്ട് അതിലാട്ടൊക്കെ പോയി നോക്കുമ്പോൾ നല്ല രസമുണ്ടാവും. ഫുള്ള് കോടയും മഞ്ഞും കാറ്റും ഒക്കെ ആയി വരും. അങ്ങനെയൊക്കെ വിചാരിച്ചായിട്ട് വലിയ ഊക്കൂട്ടിയോട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയിനത്. പക്ഷെ അവിടെ പോയി നോക്കിയപ്പോൾ ഒരു തേങ്ങയില്ല കേട്ടോ. അത് വിചാരിച്ച് എന്നും ഉച്ചയ്ക്ക് ആയിക്കോളണമെന്നില്ല കേട്ടോ. ഞാൻ പോയിനെന്ന് ഏതായിട്ട് ഉച്ചയ്ക്ക് നല്ല വെയിലും വെളിച്ചവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ കോടൻ്റെ ഇടയിൽ കൂടെ നടന്ന് വരുന്ന വ്ളോഗൊക്കെ എടുക്കണം എന്നങ്ങനെ വിചാരിച്ചു കേട്ടോ. പക്ഷെ അതിനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. കുറച്ച് ദിവസം മുന്നേ ആ മലൻ്റെ നിറവിലൊരു ചായപീടി തുടങ്ങി എറിഞ്ഞാട്ട് റീൽ ഇങ്ങനെ കണ്ടിന് കേട്ടോ. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു കേട്ടോ അതിലായിട്ടൊന്ന് പോയി നോക്കണമെന്ന്. പോയി നോക്കിയപ്പോൾ നമ്മളും ആ ചായപീടി കണ്ടിട്ടോ. ആ കുരിശുമലൻ്റെ നിറവൊക്കെ കയറി പോകണം അവിടെ തന്നെ കേട്ടോ ആ ചായപീടി ഉള്ളത്. ഇവിടെയൊക്കെ തിരിച്ചും മൂട്ടിയായിട്ട് ചായ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഇടങ്ങാറാട്ടോ. വലുത് കുറേ നേരം ആയണോ കേട്ടോ വെള്ളം വെച്ചിട്ട്. പക്ഷേ അങ്ങോട്ട് തളച്ചുണ്ടാവില്ല കേട്ടോ. നല്ല നിറവിലായതുകൊണ്ടേ കാറ്റിങ്ങനെ അടിച്ചാണ് കേട്ടോ. ഒരു ചേച്ചിയും ചേട്ടനും നടത്തുന്ന ചായപീടിയാണ് ഇട്ടത്. പീടി അറിയാൻ മാത്രം അതിനാത്രം വലിയ സംഗതിയൊന്നുമില്ല, ചെറിയൊരു സെറ്റപ്പിൽ കേട്ടോ. അവിടെയും പോയിട്ട് ഞാൻ കുറേ അടുപ്പത്ത് തിരിച്ചു വിട്ടലും ഊതലും ഒക്കെ ആയിട്ട് അവിടെ കുത്തിരുന്നുണ്ടായിരുന്നു കേട്ടോ. ആ മലൻ്റെ റൂൽ ഇങ്ങനെ പോയി കുത്തിരുന്ന് തിരിച്ചു വിട്ടുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെ കേട്ടോ. തണുത്ത കാറ്റും അവിടുത്തെ ഒരു കാലാവസ്ഥ അങ്ങനെയാണല്ലോ, ഒരു തണുപ്പുള്ളൊരു കാലാവസ്ഥയാണല്ലോ. ആവും അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ആ തിരിച്ചിൻ്റെ ഒരു ചെറിയ ചൂടും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെ കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ ചങ്ങായിമാരും ഒക്കെ ഓരോ ഗ്ലാസ് ചായൻ്റെ ഉള്ള ഓർഡർ ചെയ്തിട്ടോ. കട്ടൻ ചായയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ സർബത്ത് വേണ്ടവർക്ക് സർബത്തും ഉണ്ട് കേട്ടോ. കടിച്ചു കൂട്ടാനായിക്ക് ചെറിയ ചെറിയ കടികളൊക്കെ ആയിട്ട് ഇവിടെ ഉള്ളത്. മറ്റേ വലിയ എണ്ണക്കടികളും അങ്ങനത്തതൊന്നും ഇല്ല കേട്ടോ. ഈ ചായൻ്റെ വെള്ളം തന്നെ ഈ മലൻ്റെ റൂന്ന് കാച്ചാൻ വേണ്ടിയിട്ട് ഓല് നല്ല ഇടങ്ങാറാകുന്നുണ്ട് കേട്ടോ. പണ്ട് ചായപ്പീടിയിൽ നിന്നതിൻ്റെ ഒരു പൊലിവാട്ടോ ഓനീ കാണിച്ചത് ഊറ്റാൻ തന്നെ. അങ്ങനെ ചായൻ്റെ വെള്ളമൊക്കെ സെറ്റായപ്പോഴേക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൽ കേക്ക് കൊടുത്തിട്ടോ. പാൽ കേക്കും പിന്നെ മറ്റേ നുറുക്കോലത്തെ കടിയും അങ്ങനത്തെ കടിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ മറ്റേ മോഹൻലാലിൻ്റെ ആ ഡയലോഗില്ലേ, ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടുന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ പറഞ്ഞിട്ടോ. അപ്പം എൻ്റെ ചങ്ങായി അറിയണമെന്ന് അതിൻ്റെ അപ്പുറത്തുള്ള മരത്തവ കയറിക്കപ്പം കുറച്ചും കൂടി ഉയരം കൂടിക്കോളുന്നിട്ടോ. എത്താ പോനോണ്ടൊക്കെ ഞാൻ പറയാം, ഇച്ചത്തും പറയാനില്ല കേട്ടോ. അങ്ങനെ ആ മലൻ്റെ റൂ കുത്തിർന്നാട്ട് ആ തണുത്ത കാറ്റിൽ ഇങ്ങനെ ആ ചായ കുടിച്ചുമ്പോഴുള്ളൊരു സുഖം മക്കളെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. ഒരു 5 സ്റ്റാർ ഹോട്ടലിലും ഒരു സ്ഥലത്തും കിട്ടാത്തൊരു ഫീൽ തന്നെ കേട്ടോ ഇവിടെ കിട്ടുന്നത്. അതിൻ്റെ ഇടയിൽ ആ കോടമഞ്ഞും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ആയിന് കേട്ടോ. അപ്പം വേറൊരു വൈബായി വരും കേട്ടോ. പക്ഷെ നമ്മൾ പോയി നിന്ന് എത്തോ ഒരു ഭാഗ്യക്കേട് കേട്ടോ. കോടമഞ്ഞ് അന്ന് ലീവ് എടുത്തതാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ചായയുടെ കഴിഞ്ഞപ്പോൾ തന്നെ ഇത് അവിടെ ഏസാൻ കൊടുക്കാനായിട്ട് ആ മലൻ്റെ റൂന്ന് തന്നെ. അങ്ങനെ ഞങ്ങൾ പൈസ ഒക്കെ കൊടുത്ത് വേഗം പാഞ്ഞ് ഇറങ്ങിയിട്ട് അവിടുന്ന്. ഞായറാഴ്ച അധികം ആരും പോകണ്ട കേട്ടോ, ഭയങ്കര ബ്ലോക്ക് ആയി വരും കേട്ടോ.